ഹായ് ഹലോ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ തന്നെ നേരെ അമ്മച്ചിക്ക് അത്തച്ചിക്കൊക്കെ ടാറ്റു കൊടുത്തിട്ട് എങ്ങോട്ടേക്കാണ് പോകുന്നല്ലേ? നമ്മൾ തന്നെ ചൂണ്ട പിടിക്കാനാണ് കേട്ടോ പോകുന്നത്. എൽദോസേട്ടൻ്റെ കടയിലാണെങ്കിൽ ഒരുപാട് ചൂണ്ടയുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് മേടിക്കുന്നത്. എൽദോസേട്ടനാണെങ്കിൽ ചൂണ്ട എങ്ങനെയൊക്കെ ഇടുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ വാപ്പിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വാപ്പിക്കാണെങ്കിൽ ചൂണ്ട മീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ക്രേസാണ്. ചൂണ്ടയ്ക്ക് ആവശ്യമുള്ള ആർട്ടിഫിഷ്യൽ മീനും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. നമ്മൾ തന്നെ പോണ വഴിക്ക് തന്നെ അൽത്തമർ കണ്ട് നിർത്തിയിട്ടുണ്ട്. വലിയൊരു മിഠായിയുടെ കലവറയിലേക്ക് കണ്ടോ നമ്മൾ കയറി ചെല്ലണത്. കണ്ട വേണം ഞാനാണെങ്കിൽ ഒരുപാട് മിഠായും കാര്യങ്ങളൊക്കെ വാരി കോരി എടുക്കുന്നുണ്ട്. ഞാനും എൻ്റെ അനിയനും ഏത് മിഠായി എടുക്കുന്നുള്ള ടെൻഷനിലാണ്. അവിടത്തേക്ക് നമുക്ക് കുറച്ച് മിഠായി ഫ്രീ ആയിട്ട് തന്നിട്ടുമുണ്ട്. പലതരത്തിലുള്ള പല കമ്പനിയുടെ മിഠായും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. നമ്മളാണെങ്കിൽ എല്ലാ മിഠായി ഒരുമിച്ച് കണ്ടുകൊണ്ട് ഞെട്ടിപ്പാറി നിൽക്കാൻ കേട്ടോ. എൻ്റെ അനിയനാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മിഠായിയാണ് ജെല്ലി മിഠായി. അതിൽ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലേവറാണ് പൈനാപ്പിൾ ഫ്ലേവർ. അങ്ങനെ അതെല്ലാം വേണമെന്നും പറഞ്ഞിട്ടുള്ള വാശിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ അവനും തന്നെ വാശി പിടിച്ച മിഠായും കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മിഠായിയാണ് ഈ വെള്ള കവറിൽ പൊതിഞ്ഞേക്കണ പലതരത്തിലുള്ള കളറുള്ള മിഠായി. പിന്നെ നമ്മളാണെങ്കിൽ അവിടെ നിന്ന് മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള നട്ട് മേടിച്ചിട്ടുണ്ട്. കേട്ടോ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നട്ട്. അപ്പോൾ ഇത് തന്നെ ഒരു കീ ഒക്കെ തന്നിട്ടുണ്ട് അവർ പൊളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ കീ വെച്ചിട്ട് വാപ്പി പൊളിക്കണ കണ്ടപ്പോൾ എനിക്കും പൊളിക്കാൻ വേണ്ടിയിട്ട് തോന്നി. അപ്പോൾ ഞാൻ തന്നെ കീ വെച്ചിട്ട് പൊളിക്കണേ. അപ്പോൾ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായി. എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ തന്നെ ഇതാണ് കേട്ടോ ചോക്കോ സ്റ്റിക്ക് പിസ്താച്ചിയോ. ഇതാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായി തിന്നാൻ വേണ്ടിയിട്ട്. ആ മിഠായി തന്നെ എൻ്റെ അനിയനും കൊടുത്തപ്പോൾ അവനും നല്ല ഇഷ്ടമായിട്ടോ. ചൂണ്ടിടാൻ വേണ്ടിയിട്ട് ഞാനും നമ്മുടെ ഫാമിലി മാത്രമല്ല കേട്ടോ പോകുന്നത്. നമ്മൾ മുത്തിൻ്റെ ഫാമിലിനെയും കൂടെ കൂട്ടിയിട്ടുണ്ട്. പൊന്നെ തന്നെ നല്ല മാസമൊക്കെ ഇട്ടിട്ട് നടന്നു തന്നെയാണ് കേട്ടോ നമ്മൾ കാണുന്നത്. നമ്മൾ തന്നെ നേരെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ കുളം വറ്റിച്ചിട്ട് വേണം നമുക്ക് എന്താക്കാൻ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ അനിയൻ്റെ കുസൃതികളാണ് നിങ്ങൾ കാണുന്നത്. കൂടെ തന്നെ പൊന്നയും കൂടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവരുടെ രണ്ടുപേരുടെയും കുസൃതികളാണ് നമ്മൾ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ വാപ്പിക്ക് മീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസാണ്. അങ്ങനെ മാവൊക്കെ കുഴിച്ചിട്ട് വാപ്പി തന്നെ ഒരു മീനിനെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ വാപ്പി തന്നെ മീനൊക്കെ പിടിച്ചുകൊണ്ട് വന്നപ്പോൾ എനിക്കൊരു പൂതി വന്നിട്ട് ഞാൻ തന്നെ മീനൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. തന്നെ വാപ്പിക്ക് തന്നെ അടുത്ത മീനും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഓരോരോ മീനായിട്ട് വാപ്പി തന്നെ എടുത്തുകൊണ്ട് വന്ന് ബോക്സിലിടുന്നുണ്ട് കേട്ടോ. ഈ കാണുന്ന മീനാണ് കേട്ടോ കറുപ്പ്. അങ്ങനെ കറുപ്പും പരലും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പൊന്നായി വന്ന് മീനെന്ന് നോക്കണം കേട്ടോ. അങ്ങനെ തന്നെ മീനെല്ലാം തന്നെ ഒരു ബോക്സിലായിട്ട് പിടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു കുളം എന്നത് തന്നെ ഈ ഒരു ഫാമിൻ്റെ താഴെയായിട്ടാണ് കേട്ടോ. അപ്പോൾ തന്നെ ഈ ഫാമിൽ തന്നെ ഒരുപാട് പോത്തും പശുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സ്ഥലം പിന്നെ വേറെ എവിടെയല്ല, നമ്മുടെ ഹരിതാവും പച്ചപ്പും നിറഞ്ഞു നിൽക്കുന്ന ഇടുക്കിയിലാണ് കേട്ടോ. നമ്മുടെ ഇടുക്കി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചക്ക മാങ്ങ തേങ്ങയൊക്കെയാണല്ലോ ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ തന്നെ ഓരോ കൊക്കൊക്കെ പറിക്കുന്നുണ്ട്. കൊക്കൊക്കെ പണ്ട് എന്നതാണ്. അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ എനിക്കൊരു അവസരം കിട്ടിയത്. അങ്ങനെ തന്നെ കൊക്കൊക്കെ മറിച്ച് നേരെ വന്ന് പൊട്ടിക്കണേ കേട്ടോ. അങ്ങനെ കൊക്കൊക്കെ എല്ലാം പൊട്ടിച്ചിട്ട് ഞാൻ തിന്നണേ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കൊക്കൊക്കെ. അങ്ങനെ കൊക്കൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ എൻ്റെ അനിയനെ കണ്ടപ്പോൾ അവനെ പിടിച്ചെടുത്തിട്ട് അവനും തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അവനാണെങ്കിൽ ഈ സംഭവം ഇതുവരെയായിട്ട് ജീവിതത്തിൽ കഴിക്കാത്തതുകൊണ്ട് തന്നെ ഇവൻ തന്നെ വേണ്ടെന്ന് പറഞ്ഞ് കിടന്ന് കരയുന്നുണ്ടെങ്കിലും ഞാൻ അവനെ നിർബന്ധിച്ച് കൊടുത്തിട്ടോ. അതുതന്നെ ടോട്ടൽ നമുക്ക് ഇത്രയും മീനാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. മീനെല്ലാം ഓരോന്ന് എണ്ണിക്കൊണ്ടിരുന്നപ്പോഴാണ് വാപ്പി തന്നെ അനിയനെ കുളിപ്പിക്കാൻ വേണ്ടി വന്നത്. അങ്ങനെ വാപ്പിയാണെങ്കിൽ എൻ്റെ അനിയനൊക്കെ കുളിപ്പിച്ചിട്ടുണ്ട്. നമ്മളാണെങ്കിൽ തന്നെ കിട്ടിയ മീൻ തന്നെ കറി വെക്കണ കേട്ടോ കാണുന്നത്. വാപ്പിയാണെങ്കിൽ മീനിനൊക്കെ കഴുകിയിട്ട് നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട് മാറ്റി വെച്ചേക്കണേ കേട്ടോ. നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് സ്പോൺസർ ചെയ്തേക്കുന്നത് അത് വേറെ ആരും അല്ല കേട്ടോ, നമ്മുടെ സ്വന്തം കൊച്ചത്തായാണ്. അങ്ങനെ കൊച്ചത്താക്ക് ഒരു നന്ദിയും പറഞ്ഞിട്ട് നമ്മൾ പിരിയുകയാണ് ഗായ്സ്.